നമസ്കാരം. ഡിറ്റർമിനന്റിൻ്റെ 13ാമത്തെ ക്ലാസ്. ഇതിൽ നമ്മൾ അഡ്ജോയിൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ആദ്യം നമുക്കൊരു തിയറമാണ്. അപ്പോൾ ഈ തിയറം നമുക്ക് പ്രൂഫ് പഠിക്കാനില്ല, നമ്മുടെ സിലബസ് ഔട്ട് ഓഫ് സിലബസ് ആണ് ആ പ്രൂഫ് എന്ന് പറയുന്നത്. വി ഹാവ് ടു സ്റ്റഡി ഓൺലി ദ തിയറം. തിയറം ഇതാണ്: ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ, then determinant AB is equal to determinant A into determinant B. നമുക്കറിയാമല്ലോ, സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സെയിം ഓർഡർ ഉള്ള രണ്ട് സ്ക്വയർ മെട്രിക്സുകളാണ് എയും ബിയും എങ്കിൽ ഡിറ്റർമിനന്റ് എ ബി മീൻസ് എയും ബിയുടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിറ്റർമിനന്റ് എടുക്കുന്നു, ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രണ്ട് സ്ക്വയർ മെട്രിക്സുകളുടെ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുന്നതിന് പകരം അതിൻ്റെ ഓരോന്നിൻ്റെയും ഡിറ്റർമിനന്റ് എടുത്തിട്ട് ആ ഡിറ്റർമിനന്റുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ് തിയറം പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി, മറ്റൊരു ഡെഫിനിഷൻ കൂടി പരിചയപ്പെടുകയാണ്: സിംഗുലർ മെട്രിക്സും നോൺ സിംഗുലർ മെട്രിക്സും. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നതാണ്: എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് കാൾഡ് സിംഗുലർ ഇഫ് ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ 0 ആണെങ്കിൽ അതിനെ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. അപ്പോൾ അതിൽ ഈ നോൺ സിംഗുലർ എന്ന മെട്രിക്സ് എന്ന് പറയുന്ന കാര്യം നന്നായി ഓർക്കണം. നമുക്ക് പിന്നീട് അതിൻ്റെ ഒരു ഉപയോഗം വരുന്നുണ്ട്, അതുകൊണ്ടാണ് നന്നായി ഓർക്കണമെന്ന് പറഞ്ഞത്. നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഒരു തിയറം കൂടി. ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു: ഡിറ്റർമിനന്റ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി എന്ന് കണ്ടു. ഒരു കാര്യം വലിയ എയും ബിയും നോൺ സിംഗുലർ ആണെന്ന് വിചാരിക്കുക. എയും ബിയും നോൺ സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും, ഡിറ്റർമിനന്റ് ബിയും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും നോൺ സീറോ ആണ്. രണ്ട് നോൺ സീറോ ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും നോൺ സീറോ ആവും. അപ്പം ഡിറ്റർമിനന്റ് എ ബിയും നോൺ സീറോ ആവും. ഡിറ്റർമിനന്റ് എ ബി നോൺ സീറോ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ ബി എന്ന് പറയുന്നത് നോൺ സിംഗുലർ മെട്രിക്സ് ആണ് എന്നാണ്. അതായത് രണ്ട് നോൺ സിംഗുലർ മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കും എന്നുള്ളതാണ്. ഇഫ് എ ആൻഡ് ബി ആർ ടു നോൺ സിംഗുലർ മെട്രിക്സസ്, ദെൻ എ ബി മാത്രമല്ല ആൻഡ് ബി എ ആർ ആൾസോ നോൺ സിംഗുലർ, അത് നോൺ സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് തിയറങ്ങൾ പഠിച്ചു വയ്ക്കണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒന്നും ഇത് ഇപ്പോൾ അവസാനം പറഞ്ഞതിൻ്റെ പ്രൂഫ് സിമ്പിളാണ്, പക്ഷേ ആദ്യം പറഞ്ഞ അതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് പോകും. ഞാനൊരു മെട്രിക്സ് എടുത്തു. ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു A11, A12, A13, A21, A22, A23, A31, A32, A33 ഒരു മെട്രിക്സ്. അതിൻ്റെ അഡ്ജോയിൻ്റ് നമുക്കറിയാം. അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിൻ്റ് എന്ന് പറയുക. കോഫാക്ടർ മെട്രിക്സ് അറിയാമല്ലോ, ഓരോ എലമെൻറ്റിനും പകരം ആ എലമെൻറ്റിൻ്റെ കോഫാക്ടർ എഴുതുന്നതാണ് കോഫാക്ടർ മെട്രിക്സ്. അപ്പോൾ ഫസ്റ്റ് റോയിലെ എലമെൻറ്റുകളാണ് A11, A12, A13. അതിൻ്റെ കോഫാക്ടേഴ്സ് ഫസ്റ്റ് റോയിൽ എഴുതുന്നു. അതുപോലെ സെക്കൻഡ് റോയിൽ എലമെൻറ്റുകളുടെ കോഫാക്ടേഴ്സ് സെക്കൻഡ് റോയിൽ എഴുതുന്നു. തേർഡ് റോയിൽ എലമെൻറ്റുകളുടെ കോഫാക്ടേഴ്സ് തേർഡ് റോയിൽ എഴുതുന്നു. അപ്പോഴാണ് നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കിട്ടുക. ആ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴാണ് അഡ്ജോയിൻ്റ് ആവുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഫസ്റ്റ് കോഫാക്ടർ മെട്രിക്സ് എഴുതുമ്പോൾ ഫസ്റ്റ് റോയിൽ എലമെൻറ്റുകളുടെ കോഫാക്ടർ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലാണ് വരുന്നത്. ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേക്ക് അത് ഫസ്റ്റ് കോളത്തിൽ പോകും. അപ്പോൾ അഡ്ജോയിൻറ്റിൽ എന്താ സംഭവിക്കുക? ഫസ്റ്റ് റോയിലെ എലമെൻറ്റുകളാണ് A11, A12, A13. അതിൻ്റെ കോഫാക്ടേഴ്സ് അഡ്ജോയിൻറ്റിൽ ഫസ്റ്റ് കോളത്തിലായിരിക്കും. ക്യാപിറ്റൽ A11, ക്യാപിറ്റൽ A12, ക്യാപിറ്റൽ A13. അതുപോലെ സെക്കൻഡ് റോയിൽ എലമെൻറ്റുകൾ A21, A22, A23. അതിൻ്റെ കോഫാക്ടേഴ്സ് അഡ്ജോയിൻറ്റിൽ ഇവിടെ വരിക, സെക്കൻഡ് റോയിലല്ല വരിക, സെക്കൻഡ് കോളത്തിലാണ് വരിക. കോഫാക്ടർ മെട്രിക്സിൽ അത് സെക്കൻഡ് റോയിൽ വരും. അഡ്ജോയിൻറ്റ് എടുക്കുമ്പോൾ ട്രാൻസ്പോസ് ആയതുകൊണ്ട് അത് സെക്കൻഡ് കോളത്തിലേക്ക് പോകും. അതുപോലെ തേർഡ് റോയിൽ എലമെൻറ്റുകളുടെ കോഫാക്ടേഴ്സ് തേർഡ് കോളത്തിലേക്ക് പോകും. ഇതാണ് അഡ്ജോയിൻ്റ്. ഇനി ഞാൻ എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ എന്ന മെട്രിക്സ് ആണിത്. ഇത് അഡ്ജോയിൻ്റ് ആണ്. തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെച്ചൊരു കാര്യമുണ്ട്. ഒരു റോയിലെ എലമെൻറ്റുകളെ ആ എലമെൻറ്റുകളുടെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്താൽ, അതായത് A11, A12, A13 ഫസ്റ്റ് റോയിൽ എലമെൻറ്റുകളാണ്. ആ A11നെ അതിൻ്റെ കോഫാക്ടറായ ക്യാപിറ്റൽ A1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. A12നെ അതിൻ്റെ കോഫാക്ടറായ ക്യാപിറ്റൽ A12 കൊണ്ട്, A13 അതിൻ്റെ കോഫാക്ടറായ ക്യാപിറ്റൽ A13 കൊണ്ട്, അതാത് എലമെൻറ്റുകളുടെ കോഫാക്ടറുമായി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് A11 ഇൻറ്റു ക്യാപിറ്റൽ A11 പ്ലസ് A12 ഇൻറ്റു ക്യാപിറ്റൽ A12 പ്ലസ് A13 ഇൻറ്റു ക്യാപിറ്റൽ A13 എടുത്താൽ ഡിറ്റർമിനൻ്റ് A കിട്ടും എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ
ഒരു റോയിലെ എലമെൻറ്റുകളെ മറ്റൊരു റോയിലെ എലമെൻറ്റുകളുടെ കറസ്പോണ്ടിങ് എലമെൻറ്റുകളുടെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 0 കിട്ടുമെന്നും പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, കോഫാക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചത്. അതായത് ഇപ്പോൾ A11 അതിന് A11ൻ്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, പകരം മറ്റൊരു റോയിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് A21ൻ്റെ കോഫാക്ടർ കൊണ്ട് A11 ഇൻറ്റു ക്യാപിറ്റൽ A21 പ്ലസ് A12 ഇൻറ്റു ക്യാപിറ്റൽ A22 പ്ലസ് A13 ഇൻറ്റു ക്യാപിറ്റൽ A23 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടും. അപ്പോൾ ഒരു റോയിലെ എലമെൻറ്റുകളെ അതാത് എലമെൻറ്റുകളുടെ കോഫാക്ടർ കൊണ്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് സം ചെയ്താൽ ഡിറ്റർമിനൻ്റേ കിട്ടുമെന്നും മറ്റൊരു റോയിലെ കറസ്പോണ്ടിങ് എലമെൻറ്റുകളുടെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്താൽ 0 കിട്ടുമെന്നുമാണ് നമ്മൾ പഠിച്ചത്. അത് റോയ്ക്ക് മാത്രമല്ല കോളത്തിനും ഇതേ പ്രോപ്പർട്ടി ബാധകമാണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഈ A ഇൻറ്റു അഡ്ജോയിൻ്റ് ഒന്ന് കണ്ടു നോക്കാം. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാമല്ലോ. ആദ്യം ഫസ്റ്റ് റോ കൊണ്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം. അത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ ഇവിടെയാണ് എഴുതേണ്ടത്. അതെന്ത് വരും? ഫസ്റ്റ് റോ A11 A12 A13 ഫസ്റ്റ് കോളം ക്യാപിറ്റൽ A11 ക്യാപിറ്റൽ A12 ക്യാപിറ്റൽ A13. അപ്പോൾ എന്താ വരിക? A11 ഇൻറ്റു ക്യാപിറ്റൽ A11 പ്ലസ് A12 ഇൻറ്റു ക്യാപിറ്റൽ A12 പ്ലസ് A13 ഇൻറ്റു ക്യാപിറ്റൽ A13. അത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഈ പൊസിഷനിൽ എഴുതി. അടുത്ത ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളമാണ്. അത് ഇവിടെയാണ് എഴുതേണ്ടത്. എന്താണ് ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം? ഇറ്റ് ഈസ് A11 ഇൻറ്റു ക്യാപിറ്റൽ A21 പ്ലസ് A12 ഇൻറ്റു ക്യാപിറ്റൽ A22 പ്ലസ് A13 ഇൻറ്റു ക്യാപിറ്റൽ A23. അത് ഇവിടെ എഴുതി. നോ ഫസ്റ്റ് റോ വിത്ത് തേർഡ് കോളം. ഇറ്റ് ഈസ് A11 ഇൻറ്റു ക്യാപിറ്റൽ A31 പ്ലസ് A12 ഇൻറ്റു ക്യാപിറ്റൽ A32 പ്ലസ് A13 ഇൻറ്റു ക്യാപിറ്റൽ A33. അത് ഇവിടെ എഴുതി. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ, ദെൻ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തെ, ദെൻ ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളത്തെ മൾട്ടിപ്ലൈ പ്രോസസ്സ് നടത്തി അത് ഫസ്റ്റ് റോയിൽ ആ എലമെൻ്റ് ഇവിടെ എഴുതി. ഇനി സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം. ദെൻ സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളമാണ് A21 ഇൻറ്റു ക്യാപിറ്റൽ A11 പ്ലസ് A22 ഇൻറ്റു ക്യാപിറ്റൽ A12 പ്ലസ് A23 ഇൻറ്റു ക്യാപിറ്റൽ A13. അതാണ് ഇവിടെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിൽ എഴുതിയത്. നോ സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം. A21 ഇൻറ്റു ക്യാപിറ്റൽ A21 പ്ലസ് A22 ഇൻറ്റു ക്യാപിറ്റൽ A22 പ്ലസ് A22 ഇൻറ്റു ക്യാപിറ്റൽ A23. അതിവിടെ എഴുതി. നോ സെക്കൻഡ് റോ വിത്ത് തേർഡ് കോളം. ഇറ്റ് ഈസ് A21 ഇൻറ്റു ക്യാപിറ്റൽ A31 പ്ലസ് A22 ഇൻറ്റു ക്യാപിറ്റൽ A32 പ്ലസ് A23 ഇൻറ്റു ക്യാപിറ്റൽ A33. അതിവിടെ എഴുതി. ഇനി തേർഡ് റോയും ഫസ്റ്റ് കോളവുമായി എന്താ വരിക? A31 ഇൻറ്റു ക്യാപിറ്റൽ A11 പ്ലസ് A32 ഇൻറ്റു ക്യാപിറ്റൽ A12 പ്ലസ് A33 ഇൻറ്റു ക്യാപിറ്റൽ A13. ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നു. A31 ഇൻറ്റു ക്യാപിറ്റൽ A11 പ്ലസ് A32 ഇൻറ്റു ക്യാപിറ്റൽ A22 പ്ലസ് A33 ഇൻറ്റു ക്യാപിറ്റൽ A13. നൗ തേർഡ് റോ വിത്ത് സെക്കൻഡ് കോളം. ഇറ്റ് ഈസ് A31 ഇൻറ്റു ക്യാപിറ്റൽ A21 പ്ലസ് A32 ഇൻറ്റു ക്യാപിറ്റൽ A22 പ്ലസ് A33 ഇൻറ്റു ക്യാപിറ്റൽ A23. അതിവിടെ എഴുതി. Now third row with the third column. It is A31 into capital A31 plus A32 into capital A32 പ്ലസ് A33 ഇൻറ്റു ക്യാപിറ്റൽ A33. അതിവിടെ എഴുതി. ഇത് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. അത്രയേ ഉള്ളൂ, വേറൊരു കാര്യവും ഇതിനകത്തില്ല, പുതിയതായിട്ടൊരു കാര്യമില്ല. ചാപ്റ്ററിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി പഠിച്ചത്, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി ഒന്ന് ആലോചിക്കുക. ഒരു റോയിലെ എലമെൻറ്റുകളെ അതാത് എലമെൻറ്റുകളുടെ കൊഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ ഡിറ്റർമിനൻ്റേ കിട്ടും എന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യത്തെ എലമെൻ്റ് ഒന്ന് ശ്രദ്ധിക്കുക. A11 means first row first column element into capital A11 means first row first column element in the cofactor plus A12 first row second column element into capital A12 first row second column element in the cofactor plus A13 into capital A13 first row third column element into capital A13 means first row third column element in the cofactor. അപ്പോൾ ഈ A11 A12 A13 എന്ന് പറയുന്ന ഫസ്റ്റ് റോയിൽ എലമെൻറ്റുകളാണ്. ആ എലമെൻറ്റുകളെ അതിൻ്റെ തന്നെ കോഫാക്ടർ കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, എന്നിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ, ഈ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റേ ആയിരിക്കും. അതാണ് ഇവിടെ ഡിറ്റർമിനൻ്റേ എന്ന് എഴുതിയത്. ഓർക്കുക, ഡിറ്റർമിനൻ്റേ എന്ന് പറഞ്ഞാൽ അതൊരു നമ്പറാണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് ഓർക്കുക. ഒരു മെട്രിക്സ് ആണ്, പക്ഷെ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു നമ്പറാണ്. ഡിറ്റർമിനൻ്റേ എന്ന് കിട്ടും. ഇതുപോലെ ഡിറ്റർമിനൻ്റ് കിട്ടുന്ന മറ്റെവിടെയെങ്കിലും ഉണ്ടോ? ഈ എലമെൻറ്റ് സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്, ഡയഗണലിൽ കിടക്കുന്ന ഈ എലമെൻറ്റ് നോക്കുക. അത് സെക്കൻഡ് റോയിൽ എലമെൻറ്റുകളാണ് A21 A22 A23 ചെയ്തിരിക്കുന്നത്. നോക്കിയേ, A21 ഇൻറ്റു ക്യാപിറ്റൽ A21
പ്ലസ് A22 ഇൻറ്റു ക്യാപിറ്റൽ A22 പ്ലസ് A23 ഇൻറ്റു ക്യാപിറ്റൽ A23. അപ്പോൾ സെക്കൻഡ് റോയിൽ എലമെൻറ്റുകളാണ് A21 അതിൻ്റെ കോഫാക്ടർ കൊണ്ട് പ്ലസ് A22 സെക്കൻഡ് കോൾ എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ പ്ലസ് A23 മീൻസ് സെക്കൻഡ് റോ തേർഡ് കോൾ എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ. അപ്പോൾ അതും ഡിറ്റർമിനൻ്റ് കിട്ടും കണ്ടോ, ഈ എലമെൻറ്റും ഡിറ്റർമിനൻ്റ് ആവും. അതുപോലെ ഈ തേർഡ് റോ തേർഡ് കോൾ എലമെൻറ്റ് അതുപോലെയാണ്. തേർഡ് റോയിൽ എലമെൻറ്റുകളാണ് A31 A32 A33. നോക്കൂ, A31 ഇൻറ്റു A31ൻ്റെ കോഫാക്ടർ പ്ലസ് A32 ഇൻറ്റു A32ൻ്റെ കോഫാക്ടർ പ്ലസ് A33 ഇൻറ്റു A33യുടെ കോഫാക്ടർ. തേർഡ് റോയിൽ എലമെൻറ്റുകൾ അതിൻ്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതും ഡിറ്റർമിനൻ്റ് കിട്ടും. അപ്പോൾ ഈ ഡയഗണലിൽ കാണുന്നതെല്ലാം ഡിറ്റർമിനൻ്റ് ആണ്. ബാക്കിയുള്ളത് ശ്രദ്ധിച്ച് നോക്കുക. ഈ രണ്ടാമത്തെ എലമെൻറ്റ് നോക്കുക. A11 into capital A21. A11 means first row first call element into capital A21 means ഈ എലമെൻ്റ് ആണ് സെക്കൻഡ് റോ ഫസ്റ്റ് കോൾ എലമെൻറ്റിൻ്റെ കോഫാക്ടർ. അപ്പോൾ ഫസ്റ്റ് ഈ എലമെൻറ്റിനെ ഇതിൻ്റെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോൾ എലമെൻ്റായ A11നെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് A21 ക്യാപിറ്റൽ A21 കൊണ്ടാണ്. ദാറ്റ് മീൻസ് സെക്കൻഡ് റോ ഫസ്റ്റ് കോൾ എലമെൻറ്റിൻ്റെ കോഫാക്ടർ കൊണ്ടാണ്. പ്ലസ് A12 ഇൻറ്റു ക്യാപിറ്റൽ A22. A12 മീൻസ് ഫസ്റ്റ് റോ സെക്കൻഡ് കോൾ എലമെൻറ്റ് ഇൻറ്റു ക്യാപിറ്റൽ A22 മീൻസ് സെക്കൻഡ് റോ സെക്കൻഡ് കോൾ എലമെൻറ്റിൻ്റെ കോഫാക്ടർ പ്ലസ് A13 ഇൻറ്റു ക്യാപിറ്റൽ A23 ഫസ്റ്റ് റോ തേർഡ് കോൾ എലമെൻ്റ് ആണ് A13 ഇൻറ്റു ക്യാപിറ്റൽ A23 മീൻസ് സെക്കൻഡ് റോ തേർഡ് കോൾ എലമെൻ്റ് കോഫാക്ടർ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് അതാത് എലമെൻറ്റിൻ്റെ കോഫാക്ടറുമായിട്ടല്ല. A11 A12 A13 അതിൻ്റെ കോഫാക്ടർ കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, മറ്റൊരു റോയിലെ കറസ്പോണ്ടിങ് എലമെൻറ്റുകളുടെ കോഫാക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ വാല്യൂ 0 ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ വാല്യൂ 0 ആയിരിക്കും. അതുമാത്രമല്ല, ബാക്കി ഈ ഡയഗണൽ ഒഴിച്ച് ബാക്കി ഏത് നോക്കിയാലും അവിടെ എല്ലാം നിങ്ങൾ കാണാൻ സാധിക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കോഫാക്ടർ കൊണ്ടല്ല, മറ്റൊരു റോയിലെ കറസ്പോണ്ടിങ് എലമെൻറ്റുകളുടെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂ 0 ആയിപ്പോൾ. അപ്പോൾ ഡയഗണലിലുള്ളതെല്ലാം ഡിറ്റർമിനൻ്റ് വരികയും മറ്റെല്ലാം 0 വരികയും ചെയ്യും. അപ്പോൾ മെട്രിക്സ് ഡിറ്റർമിനൻ്റ് 0 0 0 ഡിറ്റർമിനൻ്റ് 0 0 0 ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് ഓർമ്മ വേണം അല്ലേ. മെട്രിക്സ് ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സിനെ സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു നമ്പർ കൊണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആ നമ്പർ കൊണ്ട് മെട്രിക്സിലെ എല്ലാ എലമെൻറ്റുകളെയും മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. അപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു മെട്രിക്സിനകത്ത് എല്ലാ എലമെൻറ്റുകളിലും കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കാം. ഒരു കാര്യം ഓർക്കണം, ഒരു മെട്രിക്സിനകത്ത് കോമൺ ഫാക്ടർ വെളിയിലേക്ക് എടുക്കണമെങ്കിൽ അത് എല്ലാ എലമെൻറ്റുകളിലും ആ കോമൺ ഫാക്ടർ ഉണ്ടായിരിക്കണം. പക്ഷേ ഡിറ്റർമിനൻറ്റിനകത്ത് അങ്ങനെയല്ല, എല്ലാ എലമെൻറ്റുകളിലും അല്ല കോമൺ ഫാക്ടർ എടുക്കുക, പിന്നെയോ ഒരു റോയിൽ നിന്ന് ആണ് കോമൺ ഫാക്ടർ എടുക്കുക. ആ വ്യത്യാസം നമ്മൾ എപ്പോഴും ഓർമ്മ വേണം. മെട്രിക്സിൽ എല്ലാ എലമെൻറ്റുകളിലുമുള്ള കോമൺ ഫാക്ടർ പുറത്തെടുക്കും, പക്ഷേ ഡിറ്റർമിനൻറ്റിൽ ഒരു റോയിൽ നിന്നുള്ള കോമൺ ഫാക്ടറാണ് പുറത്തെടുക്കുക. അപ്പോൾ ഇവിടെ മെട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഡിറ്റർമിനൻ്റ് കഴിഞ്ഞ് പുറത്തെടുക്കുക. ഇവിടെ ഡിറ്റർമിനൻ്റ് പുറത്തെടുത്താൽ 1 എന്നാവും, ഇവിടെയും 1 ആവും, ഇവിടെയും 1 ആവും, ബാക്കിയെല്ലാം 0 തന്നെ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഇൻറ്റു മാട്രിക്സ് 1 0 0 0 1 0 0 0 1. ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. ദാറ്റ് മീൻസ് I3 ആണ്. ഡിറ്റർമിനൻ്റ് A ഇൻറ്റു I3 എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A ഇൻറ്റു അഡ്ജോയിൻ്റ് A ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് A ഇൻറ്റു I3 എന്ന് കിട്ടി. ഇത് ഇപ്പം ചെയ്തത് നമ്മൾ A ഇൻറ്റു അഡ്ജോയിൻ്റ് A ആണ്. നിങ്ങൾ തിരിച്ച് ചെയ്താൽ, തിരിച്ച് മീൻസ് അഡ്ജോയിൻ്റ് A ഇൻറ്റു A മെട്രിക്സ് ആകുമ്പോൾ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ആവണമെന്ന് നിർബന്ധമില്ലാന്ന് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ തിരിച്ച് ചെയ്ത് നോക്കുക. അഡ്ജോയിൻ്റ് A ഇൻറ്റു A മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേ ആൻസർ തന്നെ വരുന്നത് കാണാം. ഡിറ്റർമിനൻ്റ് A ഇൻറ്റു I3 എന്ന് വരുന്നതായി കാണാം. അപ്പോൾ A ഇൻറ്റു അഡ്ജോയിൻ്റ് A ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് A ഇൻറ്റു A ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് A ഇൻറ്റു I3. ഇവിടെ നമ്മൾ എടുത്തത് ഓർഡർ 3 ഉള്ള മെട്രിക്സ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ I3 വന്നത്. ഓർഡർ 4 ഉള്ള മെട്രിക്സ് ആണ് എടുത്തിരുന്നതെങ്കിൽ ഇവിടെ I4 വന്നേനെ. ജനറലി ഓർഡർ n ഉള്ള മെട്രിക്സ് ആണ് എടുത്തിരുന്നതെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n, ദാറ്റ് മീൻസ് IN വരുമായിരുന്നു. അപ്പോൾ നമുക്ക് ജനറലായിട്ട് തിയറി ഇങ്ങനെ എഴുതാൻ പറ്റും. എന്താണ്? ഇഫ് ക്യാപിറ്റൽ A is a square matrix of order n, then A into adjoint A is equal to adjoint A into A is equal to determinant A into IN. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണിത്. A ഇൻറ്റു അഡ്ജോയിൻ്റ് A ഈക്വൽ ടു അഡ്ജോയിൻ്റ് A ഇൻറ്റു A ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് A ഇൻറ്റു IN. അതായത് ഒരു മെട്രിക്സും അതിൻ്റെ അഡ്ജോയിൻറ്റുമായി മൾട്ടിപ്ലൈ ചെയ്താൽ, ദാറ്റ് മീൻസ് A ഇൻറ്റു അഡ്ജോയിൻ്റ് എന്ത് ചെയ്താലും തിരിച്ച് ചെയ്താലും കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്നാണ് എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻ്റ് തിയറം. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായി കാണാം. അപ്പോൾ ഇത് നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. നമ്മളിവിടെ A ഇൻറ്റു അഡ്ജോയിൻ്റ് A ആണ് ചെയ്തത്. അതിന് പകരം ഞാൻ
ഇപ്പോൾ മെട്രിക്സുകളാണ് എടുത്തത്. ഞാൻ അതിന് പകരം ഡിറ്റർമിനൻ്റെയും ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റെയും എടുത്തൊന്ന് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുക എന്ന്. ശ്രദ്ധിക്കുക. എ ഇൻറ്റു അഡ്ജോയിൻ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ. എ ഇൻറ്റു അഡ്ജോയിൻ്റ് എന്ന് ചെയ്തപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് 0, എ ഇൻറ്റു അഡ്ജോയിൻ്റ് ചെയ്തപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് 0 0 0 ഡിറ്റർമിനൻ്റ് 0 0 0 ഡിറ്റർമിനൻ്റ് എന്നാണ് കിട്ടിയത്. നേരത്തെ കണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് കോമൺ ഫാക്ടറായി പുറത്തെടുക്കാമായിരുന്നു. അപ്പോൾ പുറത്തെടുത്തപ്പോൾ ഡിറ്റർമിനൻ്റ് ഇൻറ്റു 1 0 0 0 1 0 0 0 1 എന്ന് കിട്ടി. അതിനെയാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഐ എന്ന് എഴുതിയത്. ഇനി ഞാനൊരു ചെറിയ മാറ്റം വരുത്തുക. ഇത് എ മാറ്റി ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എന്നാക്കുന്നു. എന്താ സംഭവിക്കുക? നമ്മൾ കണ്ടല്ലോ, ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എ ബി ആണ്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിറ്റർമിനൻ്റ് എടുത്താൽ മതി. ഏത് തമ്മിലാണ്? ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ബി. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ്, ആ എ ഇൻറ്റു അഡ്ജോയിൻ്റ് ആണ് ഇത്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇങ്ങനെ കിട്ടും. എന്താ ഉണ്ടാവുന്നത്? ഇനി ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസം എന്താ? ഇവിടെ എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഇത് രണ്ട് മെട്രിക്സുകളായി എടുത്തപ്പോൾ നമുക്ക് എല്ലാ എലമെൻറ്റുകളിലും ഡിറ്റർമിനൻ്റ് കോമൺ ഫാക്ടർ ഉണ്ട്. ആ കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുക്കാം. പക്ഷേ എ ഇൻറ്റു അഡ്ജോയിൻ്റ് എന്ന് മാറ്റി അതിനെ ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് എന്ന് ആക്കിയപ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം, എല്ലാ എലമെൻറ്റുകളിൽ നിന്നും അല്ല കോമൺ ഫാക്ടർ പുറത്തെടുക്കേണ്ടത്, ഒരു റോയിൽ നിന്നാണ് കോമൺ ഫാക്ടർ പുറത്തെടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റോ നോക്കിയേ, ഡിറ്റർമിനൻ്റ് 0 0, അവിടെ നിന്ന് ഡിറ്റർമിനൻ്റ് കഴിഞ്ഞ് പുറത്തെടുത്താൽ 1 0 0 എന്നാവും. സെക്കൻഡ് റോയിലും ഡിറ്റർമിനൻ്റ് കോമൺ ഫാക്ടറാണ്, വീണ്ടും ഡിറ്റർമിനൻ്റ് പുറത്തെടുക്കാം, 0 1 0 എന്ന് അവിടെ വരും. തേർഡ് റോയിലുമുണ്ട് ഡിറ്റർമിനൻ്റ് കോമൺ ഫാക്ടർ, അവിടെ നിന്നും ഡിറ്റർമിനൻ്റ് പുറത്തെടുക്കാം, അവിടെ 0 0 1 എന്ന് വരും. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഫസ്റ്റ് റോയിൽ നിന്ന് പുറത്ത് വന്നു, സെക്കൻഡ് റോയിൽ പുറത്ത് വന്നു, തേർഡ് റോയിൽ നിന്ന് പുറത്ത് വന്നു. ദാറ്റ് മീൻസ് ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഇറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് ക്യൂബ് എന്ന് മാറി. വ്യത്യാസം കണ്ടല്ലോ. എ ഇൻറ്റു അഡ്ജോയിൻ്റ് എന്ന മെട്രിക്സ് ആയപ്പോൾ ഓരോ റോയിൽ നിന്നും അല്ല പുറത്ത് വന്നത്, മൊത്തത്തിൽ ആണ് പുറത്ത് വന്നത്. കോമൺ ഫാക്ടർ എല്ലാ എലമെൻറ്റുകളിൽ നിന്നുമാണ് ഡിറ്റർമിനൻ്റ് പുറത്ത് വന്നത്. പക്ഷേ അത് എ ഇൻറ്റു അഡ്ജോയിൻ്റ് മാറ്റി ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് എന്നാക്കിയപ്പോൾ ഓരോ റോയിൽ നിന്നും പുറത്ത് വന്നു. അങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് ക്യൂബ് പുറത്ത് വന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് മെട്രിക്സിൻ്റെ ഓർഡർ 3 ആയതുകൊണ്ടാണ് ഡിറ്റർമിനൻ്റ് ക്യൂബ് വന്നത്. ഓർഡർ 4 ആയിരുന്നെങ്കിൽ 4 റോ ഉണ്ടാകുമായിരുന്നു, അപ്പോൾ ഡിറ്റർമിനൻ്റ് റേസ്റ്റ് 4 എന്ന് വന്നേനെ. ഓർഡർ 5 ആയിരുന്നെങ്കിൽ 5 റോയിൽ നിന്നും പുറത്ത് വരികയും ഡിറ്റർമിനൻ്റ് റേസ്റ്റ് 5 എന്ന് വന്നേനെ. ജനറലി ഓർഡർ n ആയിരുന്നെങ്കിൽ ഡിറ്റർമിനൻ്റ് റേസ്റ്റ് ടു n പുറത്ത് വന്നേനെ, n റോയിൽ നിന്ന് പുറത്ത് വന്നേനെ. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും 3 റോയിൽ നിന്നും ഡിറ്റർമിനൻ്റ് പുറത്തെടുത്തപ്പോൾ ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഇറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് ക്യൂബ് ഇൻറ്റു പിന്നെ വരിക ഡിറ്റർമിനൻ്റ് 1 0 0 0 1 0 0 0 1. ഇവിടെ ഒരു പ്രത്യേകത അറിയുക, നിങ്ങൾ ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സാണ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമാണ്. 1 ഇൻറ്റു 1 റോയും കോളവും കട്ട് ചെയ്താൽ ബാക്കി 1 0 0 1 ബാക്കിയില്ല, കാരണം 0 0 ആയതുകൊണ്ട് ബാക്കിയില്ല, അത്രയേ ഉള്ളൂ. എക്സ്പാൻഡ് ചെയ്താൽ 1 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഓർത്ത് വെച്ചേക്കുക, ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എപ്പോഴും 1 ആണ്. അപ്പോൾ എന്ത് കിട്ടുന്നു? ഡിറ്റർമിനൻ്റ് ക്യൂബ് ഇൻറ്റു 1 ഇസിക്കൽ ഡിറ്റർമിനൻ്റ് ക്യൂബ്. അപ്പോൾ എന്താ കിട്ടിയ? ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് ഇസിക്കൽ ടു ഡിറ്റർമിനൻ്റ് ക്യൂബ് എന്ന് കിട്ടി. ഈ ഡിറ്റർമിനൻ്റ് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് ഇസിക്കൽ ടു ഡിറ്റർമിനൻ്റ് ക്യൂബ് ബൈ ഡിറ്റർമിനൻ്റ് ഇറ്റ് ഇസിക്കൽ ടു ഡിറ്റർമിനൻ്റ് സ്ക്വയർ. ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആയതുകൊണ്ടാണ് ഇവിടെ ഡിറ്റർമിനൻ്റ് ക്യൂബ് എന്ന് കിട്ടിയത്. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n ആയിരുന്നെങ്കിൽ ഡിറ്റർമിനൻ്റ് റേസ്റ്റ് ടു n എന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഡിറ്റർമിനൻ്റ് റേസ്റ്റ് ടു n ബൈ ഡിറ്റർമിനൻ്റ് എന്ന് വരികയും അത് ഡിറ്റർമിനൻ്റ് റേസ്റ്റ് ടു n-1 ആവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ 3 ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ക്യൂബ് ഡിറ്റർമിനൻ്റ് സ്ക്വയർ എന്ന് വന്നത്. നേരെ മറിച്ച് ഒരു ഓർഡർ n ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇഫ് A is a square matrix of order n, then determinant adjoint is equal to determinant raised to n-1. Another important result. Determinant of adjoint is equal to determinant raised to n-1. ഇതിനൊരു പ്രാധാന്യമുണ്ട്. ഇത് ഒരു പക്ഷേ വേണമെങ്കിൽ ഒരു പ്രോബ്ലം തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഒരു എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തരികയാണ്, എന്നിട്ട് ഫൈൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയാതെ ചിന്തിക്കും ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് അല്ലേ കാണേണ്ടത്, അപ്പോൾ ആദ്യം അഡ്ജോയിൻ്റ് കാണണ്ടേ എന്ന് ചിന്തിക്കും. അഡ്ജോയിൻ്റ് കാണേണ്ട ആവശ്യമില്ല. ഈ ഫോമിൽ അപ്ലൈ ചെയ്താൽ ഇപ്പോൾ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണെങ്കിൽ ഇവിടെ 3 - 1 2 ഡിറ്റർമിനൻ്റ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പം എന്ത് കണ്ടാൽ മതി? ഡിറ്റർമിനൻ്റ് കണ്ടാൽ മതി.
ഡിറ്റർമിനൻ്റ് കണ്ടു കഴിഞ്ഞാൽ ആ ഫോമിൽ ഉപയോഗിക്കാം. ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് റൈസ്ഡ് ടു 3 - 1 ദാറ്റ് മീൻസ് ഡിറ്റർമിനൻ്റ് സ്ക്വയർ എന്ന ഫോമിൽ ഉപയോഗിച്ച് എഴുതാൻ പറ്റും. അല്ലാതെ നമുക്കതിന് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അത് ഓർത്തോളണം. ഒരു പക്ഷേ അങ്ങനെ ഒരു ചോദ്യം ഒരു 1 മാർക്കിനൊക്കെ ആയിരിക്കും ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എ എന്ന മെട്രിക്സ് തരികയാണ്, എന്നിട്ട് പറയുകയാണ് ഫൈൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ. അപ്പം നമ്മൾ നേരെ അഡ്ജോയിൻ്റ് കാണാൻ പോയാലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് കണ്ട് എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എഴുതുക പോയാൽ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും. ക്വസ്റ്റ്യൻ 1 മാർക്കിനായിരിക്കും. ഇങ്ങനെ ചെയ്തു വെച്ചാൽ മാർക്കൊക്കെ കിട്ടും, മാർക്ക് നഷ്ടപ്പെടുകയൊന്നുമില്ല. പക്ഷേ ഈ 1 മാർക്കിന് വേണ്ടി വെറുതെ സമയം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് വരരുത്. അതിന് ഈ ഫോമുല ഓർത്തുകൊള്ളണം. ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് റൈസ്ഡ് ടു n - 1. ഇനി ഒരു 1-2 ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രോബ്ലം കൂടി ചെയ്തിട്ട് പോകാം. If A is a square matrix of order 3 and determinant A is equal to find determinant of 4 into adjoint A. അതിനാദ്യം നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടീസിലാണ് തുടക്കത്തിൽ പഠിച്ചൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഡിറ്റർമിനൻറ്റ് കെ എ, കെ ഇസ് എ സ്കേലാർ. ഡിറ്റർമിനൻറ്റ് കെ എ ഇസ് ഈക്വൽ ടു കെ റൈസ്ഡ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനൻ്റ് എന്നാണ് പഠിച്ചത്. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് കെ എ ഇസ് ഈക്വൽ ടു കെ റൈസ്ഡ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനൻ്റ്. ഫോർ എക്സാമ്പിൾ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണെങ്കിൽ കെ റൈസ്ഡ് ടു 3 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് 4 ഇൻറ്റു അഡ്ജോയിൻ്റ് എ. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. കെ റൈസ്ഡ് ടു n, that means k raised to 3, that means 4 raised to 3 into determinant of adjoint A. 4 raised to 3 64 ആണ്. 64 into determinant of adjoint A. അതിന് നമ്മളിപ്പോൾ പഠിച്ച ഫോമുലയാണ്. determinant of adjoint A is equal to determinant A raised to n - 1. ഓർഡർ 3 ആകുമ്പോൾ 3 - 1, that means 2 എന്ന് വരും. that means determinant adjoint A equal determinant സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടുന്നു? 64 into determinant of adjoint A, it is determinant സ്ക്വയർ. 64 into determinant സ്ക്വയർ. ഡിറ്റർമിനൻ്റ് വാല്യൂ തന്നിട്ടുണ്ട് 2 എന്ന്. അപ്പോൾ 64 into 2 സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത് 256. അപ്പോൾ ഡിറ്റർമിനൻ്റ് അറിയാമെങ്കിൽ ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് A is a 3/3 matrix, 3/3 matrix means square matrix of order 3. And determinant A is equal to find determinant of adjoint A. അതിനും ഈ ഫോമുല തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റൈസ്ഡ് ടു n - 1. എയുടെ അഡ്ജോയിൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് എഴുതണമെങ്കിൽ എയുടെ ഡിറ്റർമിനൻ്റ് റൈസ്ഡ് ടു n - 1. അപ്പോൾ ഇവിടെ എയുടെ അഡ്ജോയിൻറ്റിൻ്റെ അഡ്ജോയിൻ്റ്. അപ്പോൾ എന്ത് ചെയ്യാം? ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് ഇതിനെ നമുക്ക് എ എന്ന് വിചാരിക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് ദിസ് മെട്രിക്സ്. അത് ഈ ഫോമുല അനുസരിച്ച് ഈ മെട്രിക്സ് റൈസ്ഡ് ടു n - 1 എന്നാണ്. ഏത് മെട്രിക്സ്? ഈ അഡ്ജോയിൻ്റ് എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ്. അതേ റൈസ്ഡ് ടു n - 1. അപ്പോൾ ഈ ഫോമുലയാണ് ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് റൈസ്ഡ് ടു n - 1. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ റൈസ്ഡ് ടു 3 - 1. ദാറ്റ് മീൻസ് ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ദ ഹോൾ സ്ക്വയർ. പക്ഷേ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എന്താണ്? അത് ഡിറ്റർമിനൻ്റ് റൈസ്ഡ് ടു n - 1 അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് റൈസ്ഡ് ടു 3 - 1. ദാറ്റ് മീൻസ് ഡിറ്റർമിനൻ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് റൈസ്ഡ് ടു 4, ഇറ്റ് ഈസ് 2 റൈസ്ഡ് ടു 4 ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഹോംവർക്കായിട്ട് ചെയ്യാനാണ്. പ്രോബ്ലം ഇതാണ്. ഇഫ് എ ഈസ് ഈക്വൽ, എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. Prove that A into adjoint A is equal to adjoint A into A is equal to determinant A into I. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ജനറലി ഒരു തിയറം പ്രൂവ് ചെയ്യാനാണ് ചോദിക്കുന്നത്. പ്രൂവ് ദാറ്റ് A into adjoint A is equal to adjoint A into A is equal to determinant A into I. അത് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പ്രൂവ് ചെയ്ത തിയറമാണ്. ആ മെത്തേഡ് ഉപയോഗിച്ച് അതിനെ പ്രൂവ് ചെയ്ത് കാണിക്കാം. പക്ഷേ ഇവിടെ ആ തിയറം പ്രൂവ് ചെയ്യാനല്ല പറഞ്ഞേക്കുന്നത്. പകരം നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ്. ആ മെട്രിക്സിനകത്ത് ഇത് ഹോൾഡ് ചെയ്യുമെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ആ തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് പോകണ്ട, ആ മെട്രിക്സ് ഉപയോഗിച്ച് ചെയ്താൽ മതി. എങ്ങനെ ചെയ്യും? എ തന്നിട്ടുണ്ട്, അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കണം. അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചല്ലോ. കോഫാക്ടേഴ്സ് എഴുതുക, ദെൻ കോഫാക്ടർ മെട്രിക്സ് എഴുതുക, ദെൻ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതുക. അപ്പോൾ നമുക്ക് അഡ്ജോയിൻ്റ് കിട്ടും. അത് നമ്മൾ പഠിച്ചത് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ. ആദ്യം അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുക. ദെൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എ ഇൻറ്റു അഡ്ജോയിൻ്റ് കാണാമല്ലോ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ എ ഉണ്ട്, അഡ്ജോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ എ ഇൻറ്റു അഡ്ജോയിൻ്റ് ആ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അഡ്ജോയിൻ്റ് എ ഇൻറ്റു എയും മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം, ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐയും കണ്ടുപിടിക്കുക. ഇത് മൂന്നും ഈക്വലായിട്ട് വരും. സിമ്പിളായി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. അവിടെ കിട്ടാൻ പോകുന്ന ആൻസർ ഡിറ്റർമിനൻ്റ് 9 എന്ന് കിട്ടും.
ഐ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് 1 0 0 0 1 0 0 0 1. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എടുക്കുമ്പോൾ 9 ഇൻറ്റു 1 0 0 0 1 0 0 0 1 ഇതായിരിക്കും കിട്ടുന്ന ആൻസർ. എ ഇൻറ്റു അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുമ്പോഴും അതേ ആൻസർ തന്നെ കിട്ടും. അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ കണ്ടുപിടിക്കുമ്പോഴും അതേ ആൻസർ തന്നെ കിട്ടും. പ്രൂവ് ചെയ്യാൻ പറ്റും. സിമ്പിൾ പ്രോബ്ലമാണ്. അപ്പോൾ ഓർക്കുക, ഒരു മെട്രിക്സ് തന്നിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ജനറൽ പ്രൂഫ് അല്ല വേണ്ടത്. പകരം ആ മെട്രിക്സ് എഴുതുന്നു, അതിൻ്റെ ഡിറ്റർമിനൻ്റ് എ കാണുന്നു, അതിൻ്റെ അഡ്ജോയിൻ്റ് കാണുന്നു, ദെൻ എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കുന്നു, ദെൻ അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ കണ്ടുപിടിക്കുന്നു, ദെൻ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു എ കണ്ടുപിടിക്കുന്നു. ഇത് മൂന്നിനും ഒരേ മെട്രിക്സ് തന്നെ ആൻസറായി കിട്ടുന്നു. അപ്പോൾ നമുക്ക് കൺക്ലൂഷനായിട്ട് എഴുതാം. എന്നാൽ ഒരു മെട്രിക്സ് ഒന്നും തരാതെ പ്രൂവ് ദാറ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്നും ചെയ്യേണ്ടത് ജനറൽ പ്രൂഫാണ്. അത് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ആദ്യം പഠിച്ച ജനറൽ പ്രൂഫാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഇന്ന് ക്ലാസ് നടത്താം. അപ്പോൾ ഒന്നുകൂടെ ഓർക്കുക, നമ്മൾ പ്രധാനപ്പെട്ട ഒരു തിയറം പഠിച്ചു. എന്താണ് അത്? അടുത്ത ക്ലാസ്സിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കുക. എന്താണ്? എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കത് വേണ്ടി വരും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. അതിൽ എലമെൻ്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് ഇൻവേഴ്സ് കാണാനും പഠിച്ചിരുന്നു. അതിൻ്റെ പ്രോബ്ലമൊക്കെ നമ്മൾ ചെയ്തപ്പോൾ ചില പ്രോബ്ലം എടുക്കുമ്പോൾ ഇൻവേഴ്സ് ഇല്ല എന്നൊക്കെ കണ്ടിരുന്നു. അവിടെ വെച്ച് പറഞ്ഞിരുന്നു ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, മറ്റൊരു ഫോമുലയുണ്ട് എന്നും, അവിടെ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ മാർഗമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു സംഭവമാണ് നമ്മൾ ഈ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായി നിങ്ങൾ എന്താണ് ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ അതൊക്കെ ഓർത്തോളാം. എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ഈക്വൽ ടു ഐ വരുമ്പോഴാണ് എയുടെ ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞ ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച ഈ തിയറം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് അതെല്ലാം ഒന്ന് പഠിച്ചിട്ട് അടുത്ത ക്ലാസ് കാണുക. ഇപ്പോൾ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.